എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി. കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും വെക്കേഷനാണ്, ഡിസംബർ വെക്കേഷനാണ്. അപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ചെറിയ ചെറിയ ടൂറൊക്കെ ആയിട്ട്. അപ്പം എനിക്കിങ്ങനെ കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഡോക്ടർ ഇങ്ങനെ എൻ്റെ കുഞ്ഞിന് ഇത്ര വയസ്സാണ്, അപ്പോൾ ട്രാവൽ ചെയ്യാമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കഴിവതും ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ലോങ് ട്രിപ്സ് ഒന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ബട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക. എസ്പെഷ്യലി ഫസ്റ്റ് 28 days എന്ന് പറയുന്നത് ന്യൂ ബോൺ ഫേസ് ആണ്. ആ ടൈമിൽ മാക്സിമം പുറത്ത് പോകാതിരിക്കുക തന്നെ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 28 days ഭയങ്കര ക്രിട്ടിക്കലാണ്, ഒരു ന്യൂ ബോൺ പീരീഡ് ആണ്. അത് കഴിഞ്ഞ് അവരൊന്ന് മെച്ചുവേർഡായി വരുവാണ്. അപ്പോൾ അവർക്ക് റൊട്ടീനൊക്കെ ആയിട്ടുണ്ടാവും, അമ്മയ്ക്ക് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെന്ന് പറയുമ്പം അമ്മയും ഫസ്റ്റ് ഒരു മോമാണ്, അമ്മയും അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മയും ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. കുട്ടിയെ പറ്റി പഠിച്ചു വരുന്നേ ഉള്ളൂ, കുട്ടി എപ്പോഴാണ് ഉറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി എടുക്കാൻ പോലും ചില അമ്മമാർക്ക് ആദ്യം അറിയില്ലായിരിക്കും. അതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് 28 days മാക്സിമം പുറത്ത് പോകാതിരിക്കുക. പിന്നെ കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻസ്, ഇപ്പോൾ ഒരു വെക്കേഷൻ ട്രാവലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഒരിക്കലും തിരക്കുള്ള സ്ഥലങ്ങളിൽ മാക്സിമം പോകാതിരിക്കുക. അതായത് ഈ മോൾസ്, തിരക്കുള്ള ടൂറിസ്റ്റ് സെൻറ്റേഴ്സിലോട്ട് മാക്സിമം പോകാതിരിക്കുക. അല്ലാതെ വെറുതെ നമുക്ക് തിരക്ക് ഒഴിഞ്ഞ സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് പോവാം. അധികം തിരക്കില്ലാത്ത, അധികം ആൾത്തിരക്കില്ലാത്ത നല്ല ടൂറിസ്റ്റ് പ്ലേസസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നോക്കിയിട്ട്. പിന്നെ നല്ല റിസോർട്ട്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് പുറത്തധികം ഇറങ്ങാതെ, ബേബീനെ അധികം ആൾക്കൂട്ടങ്ങളിൽ എക്സ്പോസ് ചെയ്യാതെ നമുക്ക് ചെറിയ ചെറിയ ട്രാവൽസ് ഒക്കെ നടത്താം. പിന്നെ കുട്ടികളെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മൂവിങ് വണ്ടിയിൽ നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഡേ ടൈം ആണെങ്കിൽ എല്ലാ 2 to 3 hours ഒരു ബ്രേക്ക് എടുക്കുക, ബേബീനെ ഫീഡ് ചെയ്യുക. ആൻഡ് ഡയപ്പർ അതനുസരിച്ച് ഡയപ്പർ ചേഞ്ച് ചെയ്യുക. പിന്നെ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ഡയപ്പറും അത്യാവശ്യം മെഡിക്കേഷൻസും ഡ്രസ്സും എല്ലാം കൂടെ കരുതുക. ആൻഡ് മൂവിങ് ആകുമ്പോൾ ഒരിക്കലും നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ ഉള്ളപ്പോഴും നമ്മൾ ഒരിക്കലും കുട്ടിയെ കൊണ്ട് ട്രാവൽ ചെയ്യരുത്. പിന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടീനെ ബർപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, അല്ലെങ്കിൽ കോളിക്കി പെയിൻ വന്നിട്ട് കുഞ്ഞ് ചിലപ്പോൾ കരയാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈ കാർ സീറ്റ് ആയിരിക്കും ഏറ്റവും സേഫായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ കാരിയർ, കുഞ്ഞു ബേബി ആണെങ്കിൽ കാരിയർ ബാഗിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കാർ സീറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.